ഹലോ ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് എൻ്റെ വീട്ടിലെ പേരമരവും പിന്നെ അധികം പഴുത്തു പോകാത്ത വിളഞ്ഞ പേരക്ക വെച്ചുള്ള ഒരു റെസിപ്പിയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അധികം പഴുക്കാത്ത പേരക്ക കിട്ടുമ്പോൾ നമ്മൾ മാങ്ങയൊക്കെ കഴിക്കുന്ന കണക്ക് ഉപ്പും മുളകും ഒക്കെ കൂട്ടി കഴിക്കുന്നത്. അതുപോലെ ഞാനിന്ന് പേരക്ക വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. അങ്ങനെ നമ്മൾ പേരമരത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. പേരയ്ക്ക ഓരോന്നും ഇങ്ങനെ വിളഞ്ഞത് നോക്കിയിട്ട് പറിച്ചെടുക്കുകയാണ്. ഇതിൽ നിറച്ച് നീറിൻ്റെ ശല്യമുണ്ട്. പേരയ്ക്ക നിറയെ ഇപ്രാവശ്യം കായ്ച്ചിട്ടുണ്ട്. അധികം പ്രായം ഇല്ലാത്ത പേരമരമാണ്. കഴിഞ്ഞ പ്രാവശ്യം കുറച്ചേ ഉള്ളായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം കായ്ച്ചപ്പോൾ നിറയെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വവ്വാലിനെയൊക്കെ പേടിച്ച് ഞങ്ങൾ പഴുക്കാൻ വേണ്ടി നിർത്തുന്നില്ല എന്ന് വിചാരിച്ച് വളഞ്ഞതങ്ങ് പറിച്ചെടുത്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. ഞാനാണേലും പിള്ളേരൊക്കെ അങ്ങനെയാണ്. അങ്ങനെ ഞാൻ പയറൊക്കെ പിച്ചാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കാണ് പയർ നിറയെ ഇതിനകത്ത് പടർന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം വെള്ളം കയറിയിട്ട് വല്ലാതൊക്കെ ആയിപ്പോയിട്ടുണ്ട് പയർ. പേരയ്ക്ക നിറയെ പിടിച്ച് നിൽപ്പുണ്ട്. അങ്ങനെ പേരയ്ക്ക ഞാൻ കുറേ പിച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളതിനെ ഒന്ന് കഴുകിയെടുത്തിട്ട് അതിൽ നിന്നും ജസ്റ്റ് അതിൻ്റെ തൊലിയൊന്നും കളയുന്നില്ല. അതിങ്ങനെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മുളകും കൂട്ടി പുരട്ടിയിട്ട് കഴിക്കാനാണ് പ്ലാന്. അങ്ങനെ ഞാനത് പേരയ്ക്ക ഓരോന്നും ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ വയ്ക്കണേ കൂട്ടുകാരെ. ഞാൻ പേരയ്ക്കൊക്കെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണ്. മൂന്ന് വലിയ പേരയ്ക്ക നോക്കി ഞാൻ ഇതേപോലെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും അതിനെ ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മൾ പേരയ്ക്കെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് ഉപ്പും മുളക് പൊടിയും വിതറി കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് ഗൈസ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു രസത്തിന് മാങ്ങ ഒക്കെ കഴിക്കുന്ന കണക്ക് ഉപ്പും മുളകും ഒക്കെ ഇട്ട് പേരയ്ക്കായി നിങ്ങളൊന്ന് കഴിച്ച് നോക്കണേ.